ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 4 ദിവസത്തെ ഗുജറാത്ത് മഹാരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ന് രാജ്കോട്ട് എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ ഡോക്ടർ BR അംബേദ്കറുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഗാന്ധിനഗറിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി പങ്കുചേരും. ബുധനാഴ്ച നാഗ്പൂർ എയിംസിന്റെ 2ാം ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഇന്ത്യൻ റവന്യൂ സർവീസ് 78ാം ബാച്ച് ഓഫീസർ ട്രെയിനികളുടെ പരിശീലന സമാപന ചടങ്ങിലും പങ്കെടുക്കും. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്ന്. ഈ മാസം 29-നാണ് വോട്ടെടുപ്പ്. സംസ്ഥാനത്ത് ഈ മാസം 23-ന് നടക്കുന്ന ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണവും ഊർജിതമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ അമിത് ഷാ, തൃണമൂൽ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി തുടങ്ങിയവർ ഇന്ന് വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ഈ മാസം 23-ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, DMK മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിൻ തുടങ്ങിയവർ ഇന്നലെ പ്രചാരണ പരിപാടികളിൽ സംബന്ധിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർമാരായ ഗ്യാനേഷ് ഭാരതിയും പവൻകുമാർ ശർമ്മയും ഇന്ന് പശ്ചിമബംഗാൾ സന്ദർശിക്കും. 3 ദിവസത്തെ സന്ദർശനവേളയിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഓഫീസിലെ ഉന്നതതല പ്രതിനിധികൾ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് കമ്മീഷണർമാർ, തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ എന്നിവരുമായി അവർ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലുള്ള പോളിംഗ് ശതമാനക്കണക്ക് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അടിയന്തരമായി പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കത്ത് നൽകി. പോളിംഗ് ശതമാനവും തപാൽ വോട്ടിംഗ് സംബന്ധിച്ച കണക്കുകളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യത ഉറപ്പാക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു. വോട്ടുകളുടെ അന്തിമ കണക്ക് പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകാത്തത് തികച്ചും അസ്വാഭാവികമാണെന്ന് മന്ത്രി V ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി രാജ്യസഭ, ലോക്സഭാ കക്ഷി നേതാക്കൾക്ക് വനിതാ സംവരണ ബിൽ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്തയച്ചു. അതേസമയം ന്യൂഡൽഹിയിൽ നടന്ന നാരീശക്തി വന്ദൻ അധിനിയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ ഘടനയിൽ സ്ത്രീകൾക്ക് സംവരണം നൽകുന്നത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പിന്നണി ഗായിക ആശാ ഭോസ്ലെയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് മുംബൈ ശിവാജി പാർക്കിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. ആശാ ഭോസ്ലെയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സ്പീക്കർ ഓം ബിർല, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ അനുശോചനം അറിയിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് മുംബൈയിലാണ് ആശാ ഭോസ്ലെ അന്തരിച്ചത്. 92 വയസ്സായിരുന്നു. കണ്ണൂർ ദന്തൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിധിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് പ്രത്യേക സംഘത്തിന് രൂപം നൽകി. ജില്ലാ സൈബർ പോലീസിലെ വിദഗ്ധ സംഘം ഉൾപ്പെടെയുള്ള 7-അംഗ സംഘമാണ് അന്വേഷിക്കുന്നത്. കണ്ണൂർ ACP ഹരിപ്രസാദിനാണ് അന്വേഷണ ചുമതല. അതേസമയം നിധിൻ രാജിന്റെ മരണത്തിൽ കുറ്റക്കാരായ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് നിധിൻ രാജിന്റെ വീട് സന്ദർശിച്ചു. ഏപ്രിൽ 29 മുതൽ മെയ് 12 വരെ താപനില 45 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ ഉയരും എന്ന തരത്തിൽ സിവിൽ ഡിഫൻസ് വകുപ്പ് എന്ന പേരിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. കേരളത്തിൽ താപനില 54 ഡിഗ്രി ആകുമെന്ന പ്രവചനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും പുറത്തിറക്കിയിട്ടില്ല. വ്യാജ പ്രചാരണങ്ങൾ ദുരന്ത നിവാരണ നിയമപ്രകാരം ശിക്ഷാർഹമാണെന്നും അതോറിറ്റി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. അംബേദ്കർ ജയന്തി ദിനമായ നാളെ ലോക് ഭവനിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിസംബോധന ചെയ്യും. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അധ്യക്ഷനാകും. നാളെ രാവിലെ നിയമസഭാ സമുച്ചയത്തിലെ അംബേദ്കർ പ്രതിമയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പുഷ്പാർച്ചന നടത്തും. സിയാച്ചിൻ ദിനത്തിൽ ലഡാക്കിലെ സിയാച്ചിനിൽ വീരമൃത്യു വരിച്ച ധീര ജവാന്മാർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഇന്ത്യൻ കരസേനയും വ്യോമസേനയും. 1984-ൽ ഇതേ ദിവസമാണ് ഓപ്പറേഷൻ മേഘദൂതിലൂടെ വടക്കൻ ലഡാക്ക് മേഖല സുരക്ഷിതമാക്കാൻ ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ വ്യോമസേനയും സിയാച്ചിൻ ഹിമാനിയിലേക്ക് മുന്നേറിയത്. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയതായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഇന്നും നാളെയും മറ്റന്നാളും സംസ്ഥാനത്ത് 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ സമാധാനം പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മുംബൈയിലെ ഇറാൻ കോൺസൽ ജനറൽ സയ്യിദ് റസ മൊസൈ പോട്ട്ലാഗ്. നയതന്ത്രത്തിലും സൈനിക ഇടപെടൽ ഒഴിവാക്കുന്നതിലും ഇന്ത്യ പുലർത്തുന്ന പ്രതിബദ്ധതയെ അദ്ദേഹം പ്രശംസിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.